നമസ്കാരം, രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഹെൽത്തി മീൻസ് എല്ലാവർക്കും, പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും പറ്റിയൊരു സാലഡ്. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ എളുപ്പം ചെയ്യാവുന്ന ഹെൽത്തി ആയിട്ടുള്ള സാലഡ് എല്ലാവരും സാധാരണ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളോട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റിൽ എടുത്തിരിക്കുന്നത് ബ്രോക്കോളിയാണ്. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും സാധനം വാങ്ങിക്കാൻ ഇത് കിട്ടാറുണ്ട്. ഇപ്പോൾ വളരെ ഈസിലി അവൈലബിൾ ആണിത്. പിന്നെ ഇതിനകത്ത് വേണ്ടത് പാർസ്ലി ലീവ്സ്, പിന്നെ ബെൽ പെപ്പേഴ്സ്, അതായത് പല ഡിഫറെൻറ്റ് കളർഡ് ക്യാപ്സിക്കം, പിന്നെ പോമിഗ്രാനൈറ്റ്, സവാള, ഇവിടെ പീനട്ട്സ് ഇച്ചിരി എടുത്തിട്ടുണ്ട്, കപ്പലണ്ടി, പിന്നെ ക്യാരറ്റ്, പിന്നെ നമുക്ക് ഈ ഫ്രഞ്ച് ബീൻസ് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. എന്തൊക്കെയാണോ വെജിറ്റബിൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് വളരെ നമുക്ക് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓപ്ഷണലാണ്, എരി വേണ്ടാത്തവർക്ക് അത് ഉപയോഗിക്കണമെന്നില്ല. പിന്നെ ഉപ്പ്, നമുക്ക് ഇനിയും നാരങ്ങ, പിന്നെ ലെമൺ ജ്യൂസും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫസ്റ്റിലെ ഈ പിന്നെ ബ്രോക്കോളി നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒരു അല്പം വേണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമോ, അല്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചെടുക്കണം. ഇത് കഴുകുന്ന രീതി തന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇത് ശരിക്കും ഇതിനകത്ത് നമ്മൾ പുറത്തുനിന്ന് വരുന്നതായിരിക്കും, തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരുപാട് കീടനാശിനികളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പ്രിസർവ് ചെയ്യാൻ അത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഈ ബ്രോക്കോളി വൃത്തിയാക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ശരിക്കും ഇച്ചിരി സോഡാപ്പൊടി അല്ലെ ബേക്കിംഗ് സോഡ ഇട്ട്, അല്പം ഉപ്പുവെള്ളം വേണം, ഇച്ചിരി വിനാഗിരി ഒക്കെ ഇട്ട്, ഇച്ചിരി ഒരു ചെറിയൊരു ചരുവത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് ഒരു 2-3 മണിക്കൂർ ഇത് വെച്ചാൽ നന്നായിരിക്കും ഇത്. എന്നിട്ട് നമ്മളിത് യൂസ് ചെയ്യാവും. ശരിക്കും ഏത് വെജിറ്റബിളല്ല അങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ ഈ മുന്തിരിങ്ങയൊക്കെ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കിയ ബ്രോക്കോളിയാണിത്. നമ്മൾ ചെറിയ ലീഫായിട്ട് എടുത്തത്, അങ്ങനെ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളത് ജസ്റ്റ് ഒരു ചെറിയ എതള് പോലെ ആക്കിയതാണ് നമ്മൾ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വേണമെങ്കിൽ ചെറിയ പീസാക്കുമോ, വേണമെങ്കിൽ ഒരു കുഞ്ഞി ഇതായിട്ട് ആക്കിയെടുക്കണം. കാരണം ബാക്കിയെല്ലാം നമുക്ക് റോ ആയിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഇച്ചിരി ഒന്ന് ബോയിൽ ചെയ്ത് ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ആ പച്ച നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടാവും. നമ്മൾ കോളിഫ്ലവറിൻ്റെ സെയിം വേറൊരു കാറ്റഗറിയാണ് ഇത് സംഭവം. പക്ഷേ ഇതിൻ്റെ കോളിഫ്ലവറൊക്കെ ശരിക്കും തൈറോയ്ഡ് പേഷ്യൻസിനൊന്നും ഇത് കഴിക്കാൻ കോളിഫ്ലവറൊക്കെ അതിൻ്റെ ലിമിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ബ്രോക്കോളിയുടെ ഗുണങ്ങൾ ശരിക്കും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയാവും. ശരിക്കും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ഭയങ്കര ഇത് ആൻറ്റി ക്യാൻസറസ്, അതിനകത്ത് റിച്ച് ഇൻ വൈറ്റമിൻ കെ, എല്ലാ ഗുണഗണങ്ങളും കൂടി ഉള്ളതാണ് ഈ ബ്രോക്കോളി. അപ്പോൾ നമുക്ക് ഇതാദ്യമേ ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. ഒരു അല്പം വെള്ളം ഒഴിച്ചതൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ശരിക്കും നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഒരുപാട് അതിൻ്റെ ആ പച്ച പോകേണ്ട കാര്യമില്ല. നമ്മൾ സ്വല്പം ഒരു നുള്ള ഉപ്പൂടെ അതിൻ്റെ കൂടത്തിൽ ഇട്ട് കൊടുക്കാം. കാര്യം അതൊന്ന് ആ അല്പം ഉപ്പ് അതിനകത്ത് പിടിക്കാനായിട്ട്. നമ്മൾ വേറെ അല്ലാതെ ഉപ്പിടുന്നുണ്ട്, എന്നാലും ഒരു സ്വല്പം ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നമ്മൾ ടു മച്ച് വെള്ളം വെച്ചിട്ട് ഇത് ഒത്തിരി അങ്ങ് അവഞ്ഞ് പോകരുത്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ച അങ്ങ് കെട്ടുപോകും. അപ്പോൾ ശരിക്കും ഒന്ന് വെന്ത് കിട്ടിയാൽ മതി സ്വല്പം ഒന്ന്. പിന്നെ ശരിക്കും ഈ ബ്രോക്കോളി നമുക്ക് നമ്മൾ ഡയറ്റ് എടുക്കുന്നവരോടൊക്കെ പറയുന്നത് ബ്രോക്കോളി കഴിക്കാനായിട്ട്, ബ്രോക്കോളിയുടെ സാലഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ലോ കാലറിയും കൂടെ ആയിരുന്നു. അപ്പം പിന്നെ ശരിക്കും ഡയറ്റ് ഒക്കെ എടുക്കുന്നവർക്ക് വളരെ നല്ലതായിരുന്നു. ശരിക്കും ഇത് അതിൻ്റെ ആ ഒരു ചെറിയ ഇതള് പോലെ നമ്മളാക്കിയിട്ട് ഇത് ശരിക്കും ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തോരൻ ചെയ്ത് കഴിക്കുന്നവരുണ്ട്, തോരനായിട്ട് കഴിക്കുന്നവരുണ്ട്. അതിനകത്ത് ഇച്ചിരി ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ അങ്ങനെയും നന്നായിരിക്കും. അപ്പോൾ നമ്മളത് ഉപ്പിട്ട് ഒന്ന് പറ്റിക്കോട്ടെ. ബ്രോക്കോളി വാങ്ങിച്ച് സാധാരണ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ തന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കഴുകുന്നത് വളരെ ശ്രദ്ധയോടെ നന്നായിട്ട് കഴുകിയേ ഇത് ഉപയോഗിക്കാവും. നമ്മൾ
വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് പറ്റുക എന്നാണ് പ്രധാനം. നമുക്ക് ശരിക്കും ആക്ച്വലി ഈ സാലഡ് നമുക്കൊരു ഈവനിങ് ഒരു ഡിന്നറിന് പോലും നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ഇനിയോ അതല്ല വെറുതെ ആണെങ്കിൽ ഒരു ബോയിൽഡ് കൂട്ടിയാണെങ്കിൽ ഇത് കഴിക്കാൻ നല്ലതാണ് ശരിക്കും. അപ്പോഴത്തേക്ക് അത് ശരിക്കും ഒരു ചെറിയ വേവ് കിട്ടിയാൽ മതി, ഒരു വേവ് തട്ടിയാൽ മതി ഇത്. നമ്മുടെ ഈ ബ്രോക്കോളി ഇവിടെ നമ്മുടെ ആ വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞു. നമുക്കിനി അതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. നമുക്ക് ഇത് ക്യാപ്സിക്കം ഒരു റെഡ്, ഗ്രീൻ, യെല്ലോ കളറ് കാണാം. അത് ഇതിൻ്റെ ക്യാപ്സിക്കം എല്ലാം സെയിം ടേസ്റ്റ് തന്നെ, പക്ഷെ നമുക്ക് ഒരു കളർഫുള്ളായിട്ട് നമ്മൾ സാലഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് കഴുകുകയെ യൂസ് ചെയ്യാവൂ. ഇത് ശരിക്കും ക്യാപ്സിക്കവും വളരെ നല്ലതാണ് ശരിക്കും. ഇതും നമുക്ക് ശരിക്കും നമ്മുടെ തനി നാടൻ തോരൻ പോലെ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ് ഇത് ക്യാപ്സിക്കം. ഇപ്പം സാധാരണ ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനീസ് ഡിഷിനാണ് നമ്മൾ കൂടുതലും പറയുന്നത്. ഇതിങ്ങനെ നമ്മൾ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കാരണം 3 കളർ ഒക്കെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണിത്. അടുത്തത് നമ്മുടെ റെഡ് ക്യാപ്സിക്കം നമ്മളെടുക്കുക. ഇതിനോടൊന്ന് ചേർക്കാനായിട്ട് ആവശ്യത്തിന് നമ്മുടെ ആവശ്യാനുസരണം എടുക്കുക. നമ്മൾ കാരണം ക്യാപ്സിക്കം ആവശ്യത്തിന് നമ്മൾ ഇതിൻ്റെ അരി അങ്ങ് മാറ്റുക. അതെല്ലാം ഓൾമോസ്റ്റ് സെയിം ഒരു ചെറിയ ക്യൂബ്. നമ്മൾ എല്ലാ സാധാരണ വെജിറ്റബിൾ എല്ലാം അരിയുന്നത് ഏകദേശം ഒരു സെയിം സൈസിലും ഷേപ്പിലും ആകാൻ ശ്രദ്ധിക്കുക. ഒരു ഹോളായിട്ടുള്ളത് എടുക്കുക. ക്യാപ്സിക്കം ഈ 3 കളറിലുള്ളത് കൊണ്ട് നമ്മൾ ആ ഫുൾ ഒരു ക്യാപ്സിക്കം എടുക്കേണ്ട കാര്യമില്ല. ശരിക്കും അല്ലാതെ ഉള്ളത് എടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ ഏകദേശം 3 കളർ
ക്യാപ്സിക്കം നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഇതൊരു നമ്മളെ ഈ ഡിഷിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. അറിയാത്ത ഇനി നമ്മുടെ അടുത്തത് നമ്മൾ അരിയാനുള്ള സാധനം ആദ്യമേ നമുക്ക് ഇത് ചെയ്യാം. നമ്മുടെ ചെറിയ ടൊമാറ്റോസ്. ഇത് ടൊമാറ്റോ നമുക്ക് സാധാരണ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണിത്. ഇത് ടൊമാറ്റോ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഈ ചെറിയ ടൊമാറ്റോയ്ക്ക് പ്രത്യേക ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ടൊമാറ്റോ ഇങ്ങനെ നീളത്തിൽ നമ്മൾ ചെറുതായിട്ട് ഇത് ചെറിയൊരു ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ സെയിം ഇതിൽ തന്നെ കിട്ടും നമുക്ക് സൈസിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ടൊമാറ്റോസ് ഇങ്ങനെ എടുക്കുന്നത്. ചെറിയ സൈസായിട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചാൽ മതിയാവും. ഇത് നല്ല പഴുത്തതൊക്കെ നോക്കുക. ചെറിയ ടൊമാറ്റോസ് കറിക്ക് ഹോളായിട്ടുള്ള കറിക്കൊക്കെ ഇങ്ങനെ കിടക്കാനായിട്ട് ശരിക്കും ഒരു ചെറിയ ഇതായിട്ട് കിടക്കുന്ന കാണാനും നല്ല ഭംഗിയാണ്. നമുക്കൊരു 3-4 എണ്ണം ഇതിനകത്ത് ആവശ്യത്തിന് ഇട്ടാൽ മതി. ചെറിയ ഇതായിട്ട് അരിഞ്ഞ് ഇത് ടൊമാറ്റോ ആണെങ്കിൽ ഏകദേശം നമ്മൾ ടൊമാറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ ഏകദേശം ഈ ഒരു സെയിം ഷേപ്പിൽ രണ്ട് മൂന്നെണ്ണം കൂടെ ഏകദേശം ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ടൊമാറ്റോസ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് 2-3 എണ്ണം കൂടെ എടുക്കാം. ഉണ്ടാവട്ടോ. ആവശ്യത്തിന് ടൊമാറ്റോ എടുത്തു കഴിഞ്ഞു. ഈ പോമിഗ്രാനൈറ്റ് പ്രത്യേകം ഞാൻ ഇതിൻ്റെ ഗുണം പ്രത്യേകിച്ച് ആരോടും പറയേണ്ട കാര്യമില്ല. കാരണം ബ്ലഡ് ഉണ്ടാകാനും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ്. ശരിക്കും ബ്ലഡ് കുറവുള്ള എനിക്ക് തോന്നുന്നു ഡെങ്കു ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറയുന്നത് പോമിഗ്രാനൈറ്റാണ്. അപ്പം അതിന് പ്രത്യേക നമ്മളിപ്പോൾ അത് ശരിക്കും മൊത്തത്തിൽ ഇളക്കാൻ വരുന്നതിന് മുമ്പേ ഇനി അല്പം ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ലാസ്റ്റ്ലി ഒരു ഇച്ചിരി പച്ചമുളക്, കാരണം ഒരു പച്ചമുളകിൻ്റെ ഒരു ചുവ കിട്ടുന്നത് നല്ലതാണ്. ശരിക്കും പച്ചമുളകിൻ്റെ ചുവ എന്ന് വെച്ചാൽ അത് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അരി അങ്ങ് കളഞ്ഞ് എടുത്താലും മതി. നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ചെയ്താൽ മതിയാവും. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ഇച്ചിരി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം ഒരു ബാലൻസ് ചെയ്ത് നമ്മൾ ഇത് ചേർത്താൽ മതിയാവും. സവാള വേണമെങ്കിൽ ആവശ്യത്തിന്. സവാളയും നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. ഇത് സവാള വെച്ച് തോരൻ വരെ ഉണ്ടാക്കി കഴിക്കുന്ന നന്നായെന്ന് എല്ലാവരും പറയുന്നേക്കാം. ശരിക്കും നല്ല അതും ടേസ്റ്റാണ് ശരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത പീനട്ട്സ് നമ്മൾ പറയുന്നത് ഒരു 2 എണ്ണം ശരിക്കും നമ്മൾ കപ്പലണ്ടിയൊക്കെ കുറിക്കുന്ന സമയത്ത് ഒരു ചെറിയ പൊതി, അതിനപ്പുറം നമ്മൾ കൂടുതൽ കഴിക്കാൻ പാടില്ല. ശരിക്കും ഇത് ടു മച്ച് കഴിക്കരുത്. എന്നാൽ ഇത് ഗുണമുള്ള സാധനമാണ് താനും, പക്ഷേ ഒരുപാട് കഴിക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞ് എടുത്തതാണ്. അതിലേക്കൊരു അല്പം ഇടുക. ശരിക്കും ഇതൊന്ന് ഇടയ്ക്ക് കടിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. പിന്നെ അതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പാഴ്സ്ലി ലീവ്സും ഡയറ്റിനും എല്ലാത്തിനും ഭയങ്കര ഗുണമുള്ളത്. നമുക്ക് ഇതും എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഹെൽത്തി സാലഡാണ്. അപ്പോൾ ഇതുകൂടെ ചേർത്താൽ വളരെ നന്നായിരിക്കും. നമ്മളിതുകൂടെ ചേർത്ത് പാഴ്സ്ലി ലീവ്സ് എല്ലായിടവും പറഞ്ഞു കിട്ടും. അതും ഈ പറയണം നന്നായിട്ട് കഴുകി വേണം ഈ ഇല എടുക്കാനായിട്ട്. നമ്മൾ ശരി ഇതിൻ്റെ ഇല എടുത്തു. ഇനിയിപ്പം
ലാസ്റ്റ്ലി നമ്മൾ ഇതിനകത്തോട് ചേർക്കുന്നത് അല്പം ചില്ലി ഫ്ലേക്സ് ഒരല്പം ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരിച്ചിരി ടേസ്റ്റ് ഒന്ന് ഇത് ചെയ്യാനായിട്ട്, ഒരുപാട് വേണ്ട, നമുക്കൊരു 1/2 ടീസ്പൂണാണ് ഞാനിട്ടത്. പിന്നെ അതിനകത്തോട്ട് നാരങ്ങയുടെ നീര് ഏതാണ്ട് ഒരു 1.5 നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഇടുകയാണ്. ഇതാ കണ്ടോ, നാരങ്ങയുടെ നീര് ഇട്ടു. ഇനി ലാസ്റ്റ്ലി കണ്ടോ ഇത് ഇച്ചിരി ഒലിവ് ഓയിൽ. അതിനേക്കാൾ മുന്നേ ഈ ഒലിവ് ഓയിൽ ലാസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഞാൻ ഓൾറെഡി ബ്രൊക്കോളി അല്പം ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഒരല്പം നമുക്ക് വേണമെങ്കിൽ നാരങ്ങയൊക്കെ ഇട്ടത് കൊണ്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നത് ആ പുളിയും എല്ലാം ഒന്ന് ടൊമാറ്റോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരല്പം ഉപ്പിട്ട് നോക്കാം. പിന്നെ വേണം നമുക്ക് അതിനനുസരിച്ച് പിന്നെ നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് ലാസ്റ്റ്ലി ഇത് ചേർത്ത് ഇത് ചിയ സീഡ്സാണ്. ചിയ സീഡ്സ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അത് ബ്ലോട്ട് ചെയ്യും. അപ്പോൾ അത് ശരിക്കും മിനിമം ഒരു മണിക്കൂറെങ്കിലും കുതിരാൻ വെച്ചതിന് ശേഷമേ ഇത് കഴിക്കാവൂ. അതല്ലെങ്കിൽ നമ്മളല്ലാതെ അതിന് മുമ്പ് കഴിച്ചാൽ ഇത് ബ്ലോട്ട് ചെയ്യും. അപ്പോൾ അത് വയറിൽ കിടന്ന് ഇത് ബ്ലോട്ട് ചെയ്യും. അതുകൊണ്ട് ശരിക്കും ഇത് ചിയ സീഡ്സ് നമ്മൾ ആദ്യമേ തന്നെ വെള്ളത്തിലൊഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഇട്ടതിന് ശേഷമേ ഇത് നമ്മൾ കഴിക്കാവൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ്. ഏറ്റവും ഗുണമുള്ള സാധനമാണ്. നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ, അതിനപ്പുറത്തേക്ക് വേണ്ട. നമുക്ക് ഇതിനകത്ത് ശരിക്കും നോൺ വെജ് ഇതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ബോയിൽഡ് എഗ്സ് ചേർക്കാം, അതും വളരെ ടേസ്റ്റിയാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര കളർഫുള്ളും റിച്ചായിട്ടുള്ള ഒരു സാലഡ്. നമ്മൾ ഉപ്പൊക്കെ അതിന് ശേഷം ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ലാസ്റ്റ്ലി ഒലിവ് ഓയിൽ ചേർക്കണം. അപ്പോൾ ഇത് കണ്ട പിന്നെ ബ്രൊക്കോളിയുടെ ഇതൊന്നും പോയിട്ടില്ല, പച്ചപ്പ് ഒന്നും പോയിട്ടില്ല. പാഴ്സ്ലി പച്ച ഇതെല്ലാം ഇതിൻ്റെ കൂടെ കിടക്കുന്നു കണ്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ചിയ സീഡ്സൊക്കെ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ്ലി നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു നല്ല സാധനമാണ് ബോയിൽഡ് എഗ്. ബോയിൽഡ് എഗ് എൻ്റെ യെല്ലോ മാറ്റിയിട്ട് ആ വൈറ്റ് ഭാഗം മാത്രം അതിനകത്തോട്ട് നല്ലതായിട്ട് ചെറിയ പീസസ് ആക്കി ഇതിനകത്തോട്ട് ചേർത്താലും ഭയങ്കര നന്നായിരിക്കും. എന്നല്ലേ നല്ലതായിട്ടത് മിക്സ് ആക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒലിവ് ഓയിൽ നമ്മൾ ചേർക്കാം. ഒലിവ് ഓയിൽ ഞാനിവിടെ ഈ വെർജിൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. നമുക്കൊരു ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ മതിയാവും. അതിനകത്ത് ലാസ്റ്റ് ചേർത്ത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു പൊമഗ്രാനൈറ്റിൻ്റെ ഒരു പുളിയും തക്കാളി ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റും ഇതെല്ലാം ബാലൻസ് ചെയ്യും. കടനാരങ്ങ എല്ലാം ചേർക്കുന്നതുകൊണ്ട് ഇപ്പോൾ പിന്നെ ക്യാപ്സിക്കം എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രത്യേക കളർഫുള്ളായിട്ടുള്ള കളർഫുൾ എന്നതിനേക്കാൾ ഉപരി ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സാലഡ്. മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാവേ, നോക്കട്ടെ. അല്പം ഉപ്പിട്ടാൽ നന്നായിരിക്കും. ആ കപ്പലണ്ടി ഇടയ്ക്ക് കടിക്കുന്നത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേണേ അല്പം ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടാൽ അതിന് നമ്മുടെ ഈ സാലഡ് റെഡിയായി കഴിഞ്ഞു. ഇവിടെ ഇനി ഒന്നുമില്ല, അത് മിക്സിങ്ങേ ഉള്ളായിരുന്നു. അതിനകത്ത് ഓക്കെ
നമ്മളിപ്പം ഒലിവ് ഓയിലെല്ലാം ചേർത്തു. ഇനി ലാസ്റ്റിൽ നമുക്കൊരു ഇച്ചിരി ഒറിഗാനോ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മൊത്തം മതിയല്ലോ. ശരി, ഓക്കെ, മിക്സ് ചെയ്യുവാണേ. നമ്മളല്പം ലാസ്റ്റിൽ നമ്മൾ ഇച്ചിരി ഒറിഗാനോ കൂടെ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിലും എല്ലാം ഇട്ട് മിക്സാക്കി, ഉപ്പ് ആവശ്യത്തിനിട്ട്, നാരങ്ങ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇപ്പം ചിയ സീഡ്സും എല്ലാം എടുത്തു. ഓക്കെ, റെഡി. അപ്പം നമ്മുടെ ഈ വളരെ ഹെൽത്തി എന്ന് ഞാൻ പറയും, ടേസ്റ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള, ചിലപ്പോൾ ഒറിജിനലായിട്ടൊക്കെ ടേസ്റ്റ് ചിലപ്പം ചിലർക്ക് പിടിച്ചില്ലതിരിക്കും. അത് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. പക്ഷേ ഒലിവ് ഓയിൽ ഇടുന്നതാണ് ടേസ്റ്റ്. ഇടുവാണെങ്കിൽ ഒലിവ് ഓയിൽ ഇതിനകത്ത് യൂസ് ചെയ്യാവും. ബാക്കി ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളത്. കാര്യം ഇത് ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു.